ഹലോ ഗൈസ്, അപ്പം നമ്മൾ മോൺട്രിയൽ എത്തിയിട്ട് ഒരു നൈറ്റ് സ്റ്റേ ചെയ്തു. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സിറ്റി. എനിക്ക് നമ്മുടെ ഒൻറ്റാരിയോ ഡൗൺ ടൗണിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് മോൺട്രിയലിൻ്റെ ഡൗൺ ടൗൺ തന്നെയാണ്. നിങ്ങളിപ്പോൾ മോൺട്രിയലിലോട്ട് ട്രിപ്പ് വരാൻ താല്പര്യമുള്ളവർ, അതായത് നമ്മുടെ ഒൻറ്റാരിയോ എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊവിൻസിൽ നിന്നോ മോൺട്രിയലിലോട്ട് ട്രിപ്പ് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ട 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ്, നമ്മൾ വണ്ടി കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റൂം നോക്കുമ്പോൾ കൺഫേം ആയിട്ട് അതിന് പാർക്കിംഗ് ഉണ്ടോ നോക്കണം. എൻ്റെ ഈ നടത്തം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തിടാൻ വരെ നടന്നു പോയി ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരണം തിരിച്ച്. മിക്ക ഇതിനും കാർ പാർക്കിംഗ് ഇവിടെ കാണില്ല. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഫിക്സ് ചെയ്യുന്ന സ്ഥലം വെച്ചിട്ട് ക്ലിക്ക് ആൻഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആപ്പ് സ്റ്റോറിൽ കിട്ടും. അതിനകത്തിൽ ഇവിടെ സ്റ്റേയിങ് ചെയ്യുന്ന പ്ലേസിൻ്റെ അഡ്രസ്സ് അടിച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അതിന് ചുറ്റുവട്ടത്തിലുള്ള പാർക്കിംഗ് സ്പേസ് എവിടെയൊക്കെ ഉണ്ട് അവൈലബിൾ എന്നുള്ള സംഭവം എഴുതി കാണിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് ചീപ്പായിട്ട് എനിക്ക് ഇന്നലെ നിയർ ബൈ 18 അവർ പാർക്ക് ചെയ്തിട്ട് എനിക്ക് $16 ആയതേ ഉള്ളൂ. ഇതാണ് എൻ്റെ വണ്ടി. ഇന്നലത്തെ ഒരൊറ്റ സ്റ്റോയോട് കൂടി എനിക്ക് തോന്നുന്നു അവരൊന്ന് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. നമ്പർ പ്ലേറ്റിൽ മഞ്ഞില്ല. സോ അവർ ചെക്ക് ചെയ്തു എന്നാണ് മീൻ ചെയ്യുന്നത്. കാൽപ്പാടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ടാസ്ക് ഈ മഞ്ഞിനെ എടുത്ത് കളയണം. അതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ നമുക്ക് മഞ്ഞ് കളഞ്ഞിട്ട് കാണാം. വണ്ടി ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് എൻ്റെ ബാക്കിൽ കാണുന്ന മല കണ്ടോ, അത് ഇന്നലെ ഇവിടെ വീണ മഞ്ഞെല്ലാം കൂടെ ഒരു കോരി മുകളിലെടുത്തിട്ടേക്കുന്നതാണ്. ഞാൻ വണ്ടി നിർത്തി ഇവിടെ കുറച്ച് മഞ്ഞ് കൊണ്ട് ഒന്ന് കളഞ്ഞില്ലെങ്കിൽ എനിക്ക് കണ്ണാടി കാണാൻ പറ്റില്ല. നമ്മളെത്തിയിരിക്കുന്നത് ഓൾഡ് മോൺട്രിയൽ. ഇവിടെ കൂടുതൽ ഈ വലിയ പള്ളികളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അതൊക്കെ ഭയങ്കര രസമായിരിക്കും കാണാൻ. പിന്നീട് ഈ സ്ട്രീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെയും ക്രിസ്മസിൻ്റെ ഒക്കെ ആയതുകൊണ്ട് ഫുൾ ലൈറ്റ്സൊക്കെയാണ്. സോ നൈറ്റിലൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ. ഇവിടെ നമ്മൾ കാണുന്നതാണ് ജയൻറ്റ് വീൽ. ഇത് കാനഡയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ജയൻറ്റ് വീലാണ്. സോ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ക്രിസ്മസ് ട്രീ നോക്കി നല്ല രീതി ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിൽ മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. നല്ല രസമല്ലേ? നല്ല രസമല്ലേ? ആ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ജയൻറ്റ് വീലിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് 2 പേർ കൂടെ. ഇതിനിപ്പോൾ ഞാൻ സജയും കൂടാണ് പോകുന്നത് ടിക്കറ്റ് എടുക്കുന്നത്. ഒരു ടിക്കറ്റിന് 30 or 27 അത്ര എങ്ങാണ്ടാണ്, പ്ലസ് ടാക്സ്. അങ്ങനെ ടോട്ടൽ ഞങ്ങൾക്ക് $63 or $64 ആയിരുന്നു ടോട്ടലായത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് ലൈനിൽ നിന്നിട്ട് ക്യാബിനിലോട്ട് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. വലിയ ക്യൂ ആയിട്ടൊന്നുമില്ല. ഇത്രയും വലിയ ജയൻറ്റ് വീലായതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. ക്യൂവിൽ നിന്ന് നമ്മളോട് 23rd ക്യാബിനിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്ന് 23rd ക്യാബിനിൽ കയറി. ഇവിടെ പിള്ളേരെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹീറ്റർ ഉള്ളതുകൊണ്ട് സുഖമാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ജൈവ നാട്ടിലുണ്ടോ? ഇല്ല. കാണുന്ന ഓരോ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു റിവറാണ്, സെയിൻറ്റ് ലോറൻസ് റിവർ. ഇത് പക്ഷേ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ കാണാം അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഓരോ ലേയേഴ്സായിട്ട് ഇങ്ങനെ പയ്യെ ഐസ് ആയിക്കൊണ്ടിരിക്കുന്നത് വെള്ളം. പിന്നെ ഈ കാണുന്നത് ഐസ് സ്കേറ്റിംഗ് ആണ്.
തൽക്കാലം നമ്മളിപ്പം ഐസ് സ്കേറ്റിംഗ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ജൈൻറ്റ് വീലൊക്കെ കയറി ഇങ്ങനെ പോകുന്നു. അതുകൂടാതെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്റ്റോപ്പായിട്ടാണ് കാണിക്കുന്നത്. മേ ബി വിൻ്റർ ടൈം ആയതുകൊണ്ട് അവർ ക്ലോസ്ഡ് ആക്കിയിട്ടിരിക്കുന്നതാവാം. പിന്നെ ഈ കാണുന്നത് നമ്മൾ താഴെ കണ്ട ക്രിസ്മസ് ട്രീയുടെ ഒരു ടോപ്പ് വ്യൂ ആണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അതെല്ലാം പാർക്കിംഗ് ലോട്ട്സ് ആയിരുന്നല്ലേ, എല്ലാം അല്ല അത് ബോട്ടിയാണ്ട് ഇതാടി ഞാൻ പറയുന്നത് അതിനെ പറ്റിയാണ്. അത് ഫുൾ ഐസായി പോയി. ഞങ്ങളവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങി നമ്മുടെ ഒരു കൊച്ചു വീണു ഗൈസ്. പഠിക്കുക എന്നുള്ളത് ഇച്ചിരി പാടാണ്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള സംഭവം. കാലാണേല് നല്ല രീതിയിൽ മരവിച്ചിരിക്കാൻ ഒന്നും അറിയാനില്ല. അത് ചൂട് ഷൂസ് കുറച്ച് ചൂടാക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. കാരണം നാട്ടിൽ ഭയങ്കര സ്പീഡാണ്. എനിക്ക് അത്രയും സ്പീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഷൻ സിക്നസ് വരും. അതുകൊണ്ട് എനിക്കങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല തലകറങ്ങും. നാട്ടിൽ കറക്കുന്ന പോലെ തന്നെ ടയറിട്ട് കറക്കുന്നു. അത് ഭയങ്കര സ്ലോ ആയിട്ട് ഭയങ്കര സ്റ്റഡിയാണ്. റൗണ്ട് കൊണ്ടുപോകും അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അതിനെതിരാണ്. നീ എന്നെ കണ്ടിട്ടുള്ളതല്ലേ ഒരു തവണ ഇതിൽ കയറിയിട്ട്. വയ്യാണ്ടാവും. പിന്നെ അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ കുറേ നേരം എടുക്കും. പക്ഷെ ഇത് എല്ലാം ആസ്വദിക്കാൻ വേണ്ടിട്ട് നൈസാണ് അല്ലേ. പയ്യെ എന്നിരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഇപ്പഴാണ് കണ്ടത്. എഴുന്നേറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കാറില്ല. അത് വെയിറ്റ് മണ്ടയ്ക്ക് പോയിട്ടായിരുന്നു. ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. നോക്കാം. അതുകൊണ്ട് സുഹൃത്ത് നമ്മുടെ കൂടെ വന്ന സുഹൃത്തും മാളവും കണ്ടുപിടിച്ചിരിക്കുന്നു. അവര് നമ്മളെ പ്രതീക്ഷ അങ്ങോട്ട് നോക്കി. ഓൾഡ് മോൺട്രിയലിൻ്റെ മെയിൻ വ്യൂവിൽപ്പെട്ട ഒരു വ്യൂ ആണിത്. ഏകദേശം ഓൾഡ് മോൺട്രിയലിൻ്റെ എല്ലാ സ്ട്രക്ചേഴ്സും ബിൽഡിങ്സും ഇത് നമുക്ക് കാണാം. ഈ ജെയിൻറ്റ് വീലിൽ കയറിയോണ്ട് തന്നെ നമുക്ക് ടോട്ടലി മോൺട്രിയൽ മൊത്തത്തിൽ കാണാൻ പറ്റും. ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റാണ്. ഇവിടെ കൊണ്ട് നിർത്തും അല്ലെങ്കിൽ എൻ്റെ അടുത്തതിനകത്തോണ്ട് നിർത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു ഐഡിയ ഇല്ല. വേറെ നിർത്തുമായിരിക്കും. ഞാൻ എന്തായാലും ഗ്ലൗസ് ഇടട്ടെ. ഗ്ലൗസ് ഇട്ടിട്ട് ഈ ഫോണൊന്ന് വിളിച്ചത് നിർത്താനുള്ളതാണെന്ന് തോന്നുന്നു. അതാണ് ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഗൈസ് എനിക്ക് ജെയിൻറ്റ് വീൽ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നാട്ടിലെ ജെയിൻറ്റ് വീൽ എക്സ്പീരിയൻസും ഇതും രണ്ടും ഡിഫറെൻ്റാണ്. കാരണം നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ആടി 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 ഇങ്ങനെ ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇതാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടും അനങ്ങാണ്ട് പയ്യെ പോയി എല്ലാം ഫുള്ള് കാണാം. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു. സജയ്ക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ജെയിൻറ്റ് വീൽ. സൂപ്പറായിരുന്നു. കാരണം ഒന്നും അനങ്ങാണ്ട് പിള്ളേരെ വലിച്ചോണ്ട് പോകുന്നുണ്ടോ? ഓൾഡ് മോൺട്രിയലിൽ ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. ഞങ്ങൾ 2 hour മുകളിലോട്ട് സ്പെൻഡ് ചെയ്തു. എൻ്റെ വീട്ടിലൊക്കെ കയറി. അവിടെ 2 ബോട്ട് കിടക്കുന്നതാണ്. കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അകത്തോട്ട് കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ബ്രേക്ക് പിടിക്കും. സോ നല്ലൊരു സ്ഥലമാണ്. ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച പള്ളി അതൊക്കെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അത്യാവശ്യം ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളത്.
ഏരിയ ആണ്. അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും കൊള്ളാം. ഇതൊക്കെ എല്ലാം പണി കിട്ടി. ഞാൻ മാത്രമേ വിൻ്റർ ഷൂസ് ഇട്ടിട്ടുള്ളൂ. ഇവരെല്ലാം വിൻ്റർ ഷൂസ് ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ. എല്ലാവരും വണ്ടിക്ക് വിൻ്റർ ഷൂസ് കൊണ്ട് ആരും ഇട്ടില്ല. ഞാൻ മാത്രമേ. ഇതൊക്കെ ഓൾഡ് പോർട്ട് മോൺട്രിയലിൻ്റെ സ്ട്രീറ്റാണ്. നമ്മൾ ജെയിൻറ്റ് നിന്ന് ഇരുന്നപ്പോൾ എടുത്ത വ്യൂവിൽ ഉള്ള സ്ട്രീറ്റൊക്കെയാണിത്. ഇതൊക്കെ നേരിൽ കാണാനും ഭയങ്കര രസമായി. സ്ലോയിലും ഇതിങ്ങനെ കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ബയോസ്ഫിയർ മോൺട്രിയൽ. ഇതിപ്പം എൻവയോൺമെൻറ്റൽ മ്യൂസിയമായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഇതും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതിൻ്റെ ഷേപ്പ് കാണാനാണെങ്കിലും ഭയങ്കര രസമാണ്. ഒരു സ്പിയർ ഷേപ്പിലായിട്ടിരിക്കുന്നു, ഗ്ലാസ് മോഡലിൽ. നമ്മൾ കസിനോയിലെത്തി ഗൈസ്. മോൺട്രിയൽ കസിനോ. ഇത് ഇവര് ക്രിസ്മസിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അല്ല, ആ ബോൾസ്. മോൺട്രിയൽ വന്ന് ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? മോൺട്രിയലെ കസിനോയിലൊന്ന്. അതെ, ട്രിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണിപ്പോൾ കാറിൻ്റെ അവസ്ഥ. ഇനി കാറൊക്കെ കൊണ്ട് കഴുകണം നാളെ. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ച് വീടുകളിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.